അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയ്യുഹത്തുല്ലാബുൽ അഈസ മർഹബ ബിക്കും ജമീഅൻ. മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെയാണോ? ഓക്കെയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ നോക്ക്. ഫിഅലു മാളിയിൽ പുരുഷനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ദഹബ എന്ന് പറയാം. എന്നാൽ അത് സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ദഹബത്ത് എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കും. ഓക്കെയാണോ? അതുപോലെ തന്നെ പുരുഷനെ സൂചിപ്പിക്കാൻ ജലസ എന്ന് നമ്മൾ പറയും. എന്നാൽ സ്ത്രീയെ സൂചിപ്പിക്കാൻ ജലസത്ത് എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണോ? ഇത്രയും സാധനങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഫിഅലു അംറിലേക്ക് നമ്മൾ വരുമ്പോൾ, കൽപ്പന ക്രിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതുപോലെ സ്ത്രീക്ക് ഒരു അക്ഷരം കൂടി വരുന്നുണ്ട്. ആ അക്ഷരം ഏതാണ്? അത് യാ എന്ന അക്ഷരാണ്. യാ എന്ന അക്ഷരാണ് കൂടി വരുന്നത്. നമുക്ക് ഈ ഉദാഹരണത്തിൽ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇജ്ലിസ്, അതായത് അധ്യാപകൻ തൻ്റെ മുമ്പിലുള്ള കുട്ടിയോട് പറയാണ്, യാ ജാസിം ഇജ്ലിസ് അലൽ മക്കാരി. ജാസിമേ, നീ എന്ത് ചെയ്യേ? ആ ബെഞ്ചുമേൽ ഇരിക്കുക. ഇജ്ലിസ്, നീ ആ ബെഞ്ചിലിരിക്കുക. ഇതേ അധ്യാപകൻ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയാണ്, യാ ഫാത്തിമ ഇജ്ലിസി അലൽ മക്കാരി. കാണുന്നുണ്ടോ? യാ ഫാത്തിമ ഇജ്ലിസി. ഇവിടെ ഏത് അക്ഷരാടാ കൂടി വന്നത്? ഓക്കെ, ഇജ്ലിസ്, ഇജ്ലിസ്, ഇജ്ലിസി. ഏതക്ഷര കൂടി വന്നത്? യെസ്, അവസാനത്തിൽ ഒരു യാ കൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിഅലു മാദിയിൽ സ്ത്രീക്ക് ത എന്ന അക്ഷരമാണ് കൂടി വന്നതെങ്കിൽ ഫിഅലു അംറിൽ യാ എന്ന അക്ഷരം കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, യാ ഫാത്തിമ ഇഅ്സിലി ഖമീസ അമീറുൽ മുഅ്മിനീൻ. ഫാത്തിമ, നീ എന്ത് ചെയ്യണം? അമീറുൽ മുഅ്മിനീൻ്റെ ഖമീസ്, കുപ്പായ എന്ത് ചെയ്യണം? നീ കഴുകണം എന്ന് ഫാത്തിമയോട് ആവശ്യപ്പെടുമ്പോൾ ഇഅ്സിലി എന്നാണ് പറയുന്നത്. അത് പുരുഷനോടാണ് പറയുന്നതെങ്കിൽ യാ ജാസിം ഇഅ്സിൽ എന്നാണ് അവിടെ പറയുക. നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് നോക്കാം. പിതാവ് മകനോട് പറയാണ്, ഇലസയ്യാറത്തി. നോക്ക്, പിതാവ് മകനോട് പറയാണ്, നീ എന്ത് ചെയ്യേ? കാറിലേക്ക് കയറ്. കാറിൻ്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പിതാവ് മകനോട് പറയാണ്, യാ റാഷിദ്, അല്ലയോ റാഷിദേ, ഇർക്കബ് എന്നാണ് അവിടെ പറയുക. എന്താണ്? ഇർക്കബ്. നീ എന്ത് ചെയ്യേ? കാറിലേക്ക് കയറ്. നീ കാറിലേക്ക് കയറ്. അതേ സമയം ഫാത്തിമയോട് എന്താ പറയുന്നത്? നമുക്ക് നോക്കിയാലോ. യാ ഫാത്തിമ ഇർക്കബി എന്നാ പറയുന്നത്. എന്താ പറയുന്നടാ? ഇർക്കബി. എന്താ പറയുന്നത്? ഇർക്കബി. ഇവിടെ ഏതക്ഷരം കൂടി വന്നിട്ടുണ്ട്? ഒരു യാ കൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് നോക്ക്, മാതാവ്, ഉമ്മ മകനെ വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് മകനോട് പറയാണ്, മകനെ നീ എന്ത് ചെയ്യേ? എന്ത് കുടിക്കി? പാല് കുടിക്കി. ഇഷ്റബ് അല്ലബൻ. ഇഷ്റബ്, മകനെ നീ പാല് കുടിക്കുക. അതേസമയം മകളോട് എങ്ങനെയാ പറയുന്നതെന്നറിയോ? ഇഷ്റബി എന്നാണ് മകളോട് പറയുന്നത്. നോക്കേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇഷ്റബ് എന്ന് ആൺകുട്ടിയോട് പറയുന്നു, ഇഷ്റബി എന്ന് പെൺകുട്ടികളോട് പറയുന്നു. ഇനി ഇവിടെ പറയുമ്പോൾ നീ വായിക്ക്, നീ എന്ത് ചെയ്യേ? നീ വായിക്കുക എന്നാണ് ആൺകുട്ടിനോട് പറയാ. പെൺകുട്ടിനോടാണെങ്കിലോ ഇഖ്റഇ എന്നാണ് പെൺകുട്ടിനോട് പറയാ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം, 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനുള്ള ഉത്തരങ്ങൾ പറയാം. ഓക്കെ, ആൺകുട്ടിനോട് ഇദ്ഹബ് എന്നാ പറയാ. ഇദ്ഹബ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിനോട് എന്താണ് പറയാ? ഇദ്ഹബി. ഏതക്ഷരം കൂടി വന്നു? യാ എന്ന അക്ഷരം കൂടി വന്നു. ആൺകുട്ടിനോട് ഇജ്ലിസ് എന്നാ പറയാ. ഇജ്ലിസ്, നീ അവിടെ ഇരിക്കുക. പെൺകുട്ടിനോട് എന്താ പറയാ? ഇജ്ലിസി എന്നാ പറയാ.
പെൺകുട്ടിനോട് എന്താ പറയുക? ഇജിലിസി. അവിടെ ഏതക്ഷരം കൂടി വന്നു? യാ എന്ന അക്ഷരം അവിടെ കൂടി വന്നു. അതോടൊപ്പം തന്നെ പിന്നെ എന്താടാ പറയാ? ആൺകുട്ടിനോട് ഇക്തുബ് എന്നാ പറയാം, നീ എഴുത്. പെൺകുട്ടിനോട് എന്താ പറയാ? ഇക്തുബി എന്നാ പറയാ, ഇക്തുബി. നിങ്ങൾക്ക് സാധനം മനസ്സിലായോ? ഇവിടെ ആൺകുട്ടിനോട് പറയുമ്പോൾ ഏതക്ഷരം കൂടി വരും? ആൺകുട്ടിനോട് പറയുമ്പോൾ അത് അവിടെ സുക്കൂനിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ, പെൺകുട്ടിനോട് പറയുമ്പോൾ യാ കൂടി വരുന്നു, യാ കൂടി വരുന്നു, യാ കൂടി വരുന്നു. മക്കളെ, ഫിഅലു മാളിയിൽ മുഅന്നസിന് ത് എന്ന അക്ഷരമാണ് കൂടി വരുന്നതെങ്കിൽ ഫിഅലു അംറിൽ ഏതക്ഷരമാണ് കൂടി വരുന്നത്? യാ എന്ന അക്ഷരമാണ് കൂടി വരുന്നത്. വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഭാഗം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നോക്ക്, ജുംല ഫിഅലിയ, ജുംല ഇസ്മിയ. മറ്റൊരു ഭാഗത്തേക്ക് കിടക്കാണ്. എന്താണ് ജുംല ഇസ്മിയ, ജുംല ഫിഅലിയ? ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംലകളെ ജുംല ഇസ്മിയ എന്നും ഫിഅല് കൊണ്ട് ആരംഭിക്കുന്ന ജുംലകളെ ജുംല ഫിഅലിയ എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെന്റൻസ് നോക്ക്, ജസീം ദാരിസുൻ നഷീത്ത്. ജസീം നല്ല ഉന്മേഷവാനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് ആരംഭിച്ചത്, ഞാനിവിടെ ജുംല ഇസ്മിയക്ക് എ കൊടുക്കുന്നു, ജുംല ഫിഅലിയക്ക് ബി എന്ന് കൊടുക്കുന്നു. ആ രീതിയിൽ ഞാൻ അവിടെ എഴുതി തരാം കേട്ടോ. ഓക്കെ, നോക്ക്, ജസീം ദാരിസുൻ നഷീത്ത്. ജസീം നഷീത്ത് ആയിട്ടുള്ള ഉന്മേഷവാനായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. അത് ജസീം എന്ന ഒരു വ്യക്തിയുടെ പേരിലാണ്, ഇസ്മിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ സെന്റൻസ്, ഈ കാണുന്ന സെന്റൻസ് ജുംല ഇസ്മിയാണോ ജുംല ഫിഅലിയാണോ? ജുംല ഇസ്മിയാണ്. ഇനി അടുത്ത നോക്ക്, ഹുവ യദ്റുസു ഫി സുഫി സാദിസ്. അവൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഹുവ, അവൻ എന്ന ദൊമീർ വെച്ചിട്ടാണ് അവിടെ ആരംഭിച്ചിട്ടുള്ളത്. നഹ്നു നുഹിബ്ബുഹു കസീറൻ. നോക്ക്, ഉമ്മുഹു ഫാത്തിമ. അവന്റെ ഉമ്മ രോഗിയാണ്. ഇതെന്താണെടാ? ജുംല ഇസ്മിയാണ്. ഇനി നമ്മളിങ്ങനെ വരുമ്പോ ദഹബ്തു മഅ ഉമ്മി ലിസിയാറത്തിഹ. ദഹബ്തു, ഞാൻ പോയി. ദഹബ എന്താ? ദഹബ പോയി, ഒരു വെർബാണ്. ഇവിടെ ദഹബ. ഈ സെന്റൻസ് ആരംഭിച്ചിട്ടുള്ളത് ഫിഅല് വെച്ചിട്ടാണ് ഈ സെന്റൻസ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജുംല ഫിഅലിയാണ്. റഅയ്തു, ഞാൻ കണ്ടു. റഅ, കണ്ടു. റഅയ്തു, ഞാൻ കണ്ടു. ഇതെന്താണ്? ഒരു ഫിഅലാണ്. ഫിഅല് വെച്ചിട്ടാണ് ഈ സെന്റൻസ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജുംല ഫിഅലിയാണ്. ഹുവ ജാലിസുൻ ഫി ഉർഫത്തിഹി. ഖാല തുബീബു. ഖാല, പറഞ്ഞു എന്നാണ് അർത്ഥം. ഖാല എന്ന് വെച്ചാൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫിഅലാണ്. ഈ സെന്റൻസ് ഫിഅല് വെച്ചിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് ജുംല ഫിഅലിയയും ജുംല ഇസ്മിയയും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഅല് കൊണ്ട് എന്താണ് ജുംല ഇസ്മിയ, എന്താണ് ജുംല ഫിഅലിയ എന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒരു സെന്റൻസ് ഒരു ജുംല ആരംഭിക്കുന്നത് ഇസ്മു കൊണ്ടാണെങ്കിൽ, ഒരു വസ്തുവിൻ്റെയോ ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ എന്തെങ്കിലും സാധനത്തിൻ്റെയോ പേര് കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് ജുംല ഇസ്മിയ ആയിരിക്കും. ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വെർബ് കൊണ്ടാണ്, ഫിഅല് കൊണ്ടാണെങ്കിൽ ആ സെന്റൻസ് ജുംല ഫിഅലിയ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം.